എല്ലാവർക്കും നമസ്കാരം. സരോജം ഹോം ഗാർഡൻ എന്ന യൂട്യൂബ് ചാനലിലെ ഫ്ലവർ ഹൗസ് സീസൺ 3യിലെ 5ാമത്തെ ഗാർഡൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനലിൽ ഫ്ലവർ ഹൗസ് സീസൺ 3 എന്ന് പേരിട്ടുകൊണ്ട് 5 ഗാർഡൻ വീഡിയോകൾ അപ്ലോഡ് ചെയ്യും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെ 5ാമത്തെ വീഡിയോയാണ് ഈ ചെയ്യുന്നത്. ഇതിനു മുൻപ് ചെയ്ത 4 വീഡിയോകളും ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. ഈ 5 ഗാർഡനിലെ ഏതെങ്കിലും ഒരു ഗാർഡൻ്റെ വ്യക്തിക്ക് 5 അഡീനിയം പ്ലാന്റ്സുകൾ ഞാൻ ഗിഫ്റ്റായിട്ട് നൽകുന്നതാണ്. അപ്പോൾ അത് ആർക്കാണ് ഗിഫ്റ്റ് നൽകേണ്ടത് എന്ന് നിങ്ങൾ കമൻറ്റിലൂടെയാണ് തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യേണ്ടതാണ്. ഈ 5 ഗാർഡൻ വീഡിയോകൾ ചെയ്തതിൽ ഏറ്റവും മനോഹരമായിട്ട് പ്ലാന്റ്സുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഗാർഡൻ ഏതാണ് എന്നാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. ഫ്ലവർ ഹൗസ് 1 ആണോ 2 ആണോ 3 ആണോ 4 ആണോ 5 ആണോ എന്നാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. കൂടുതൽ പേർ കമൻറ്റ് ചെയ്യുന്ന ആ ഗാർഡന് 5 അഡീനിയം പ്ലാന്റ്സുകൾ ആ ഗാർഡൻ്റെ വ്യക്തിക്ക് ഞാൻ അയച്ചു കൊടുക്കുന്നതാണ്. ഈ 5 ഗാർഡൻ വീഡിയോകൾ ചെയ്തതിൽ ഈ വീഡിയോയ്ക്ക് താഴെ വരുന്ന കമൻറ്റുകൾ മാത്രമേ പരിഗണിക്കുകയുള്ളൂ. അപ്പോൾ അത് ഏത് ഗാർഡനാണ് നൽകേണ്ടത് എന്ന് ഈ വീഡിയോയ്ക്ക് താഴെയാണ് കമൻറ്റ് ചെയ്യേണ്ടത്. നാളെ രാത്രി 9 മണി വരെ വരുന്ന കമൻറ്റുകളാണ് നോക്കുക. അതായത് 28/4/2025 രാത്രി 9 മണി വരെ വരുന്ന കമൻറ്റുകളിൽ ഏറ്റവും കൂടുതൽ പേർ പറഞ്ഞത് ഏത് ഗാർഡന് വേണ്ടിയിട്ടാണ് എന്ന് നോക്കി ആ ഗാർഡൻ്റെ ഉടമയ്ക്ക് 5 അഡീനിയം പ്ലാന്റ്സുകൾ കൊറിയർ ചാർജ് സഹിതം ഞാൻ എടുത്തുകൊണ്ട് DTDC വഴി കൊറിയർ ചെയ്ത് കൊടുക്കുന്നതാണ്. ഇനി സീസൺ 3യിലെ 5 എന്ന ഈ ഗാർഡനെ കുറിച്ച് പറയാം. ഈ വീടും ഈ ഗാർഡനും കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് തന്നെ എനിക്ക് അറിവുള്ളതായിരുന്നു. എന്നാൽ ഇവിടുത്തെ സാറിൻ്റെ കോൺടാക്റ്റ് നമ്പറൊന്നും എൻ്റെ കൈവശം ഉണ്ടായിരുന്നില്ല. അങ്ങനെ സീസൺ 3യിലെ 5 എന്ന വീഡിയോ ഈ ഗാർഡനിൽ നിന്ന് ആവട്ടെ എന്ന് കരുതി കുറച്ചധികം ദൂരം യാത്ര ചെയ്യേണ്ടതുണ്ടായിരുന്നു. അങ്ങനെ യാത്ര ചെയ്ത് അവിടെ എത്തിയ സമയത്ത് ചെന്നതിൻ്റെ കറക്റ്റ് തലേ ദിവസം ബോഗൻവില്ല പ്ലാന്റ്സൊക്കെ മൊത്തം സോഫ്റ്റ് പ്രൂണിങ് ചെയ്തിരുന്നു. മുകളിലുള്ള ബാക്കി വരുന്ന ഫ്ലവർ എല്ലാം കൂടെ കട്ട് ചെയ്ത് പുതിയ ബാച്ചിന് വേണ്ടിയിട്ടുള്ള ഒരുക്കം അങ്ങനെ മൊത്തം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള രീതിയാണ് ഈ കാണുന്നത്. അവിടെ ഏത് സമയത്ത് ചെന്നാലും നല്ല ഭംഗിയായിട്ട് തന്നെ നല്ല ഹംബർല നിവർത്തി വെച്ചതുപോലെയുള്ള ഫ്ലവറുകൾ ഉള്ള ഒരു വീടാണ്. പക്ഷേ ഞാൻ ചെന്നതിൻ്റെ കറക്റ്റ് തലേ ദിവസം സോഫ്റ്റ് പ്രൂണിങ് ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ഒന്നിലും ഫ്ലവർ ഇല്ലാതിരിക്കുന്നത്. വളരെ കളർഫുള്ളായിട്ടുള്ള ഒരു ഗാർഡനാണിത്. ബോഗൻവില്ല പ്ലാന്റ്സിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു കളക്ഷൻ ഉള്ള വീടാണ്. അപ്പോൾ ഉടൻ തന്നെ ഈ ഗാർഡനിൽ നിന്ന് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ കൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ബോഗൻവില്ല പ്ലാന്റ്സിലൊക്കെ ഫ്ലവർ ആയതിനു ശേഷം മനോഹരമായിട്ടുള്ള ഒരു വീഡിയോ ഈ ഗാർഡനിൽ നിന്നും എടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഗാർഡനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. ഇപ്പോൾ ഇത്ര മാത്രം. ഈ കാണുന്ന ഗാർഡൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? പ്ലാന്റ്സുകളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ള രീതികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഈ ഗാർഡനാണോ ഗിഫ്റ്റ് നൽകേണ്ടത്, അതോ മറ്റ് 4 ഗാർഡനിൽ നിന്നും ഏതെങ്കിലും ഒരു ഗാർഡനാണോ ഗിഫ്റ്റ് നൽകേണ്ടത്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗാർഡൻ്റെ നമ്പറാണ് താഴത്ത് കമൻ്റായിട്ട് രേഖപ്പെടുത്തേണ്ടത്. ഈ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതാണ്.